ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സൺഡേ ഹോളിഡേയിൽ. അത് കാരണമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നതും. അപ്പോൾ പ്രിവ്യൂവിന് പോയപ്പോൾ ഈ സീൻ വന്നപ്പോൾ ആൾക്കാരുടെ കൂവലും കയ്യടിയൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ വല്ലാതെയായി പോയിരുന്നു ആദ്യം. ദുൽഖർ സൽമാന്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ ആ സെറ്റില് പേടിച്ച് വരച്ചിട്ടാണ് ഞാൻ കാണുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ പാവക്കുട്ടൻ എന്നൊക്കെ തോന്നും. പക്ഷെ പാവൊന്നല്ല കേട്ടോ. ശരിക്കും എന്താണ് ശ്രുതി ഇപ്പൊ സിനിമയൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കണം പേഴ്സണൽ ശ്രുതി എങ്ങനെയാണ്? ഞാനൊരു ആർക്കിടെക്റ്റ് ആണ് ബൈ പ്രൊഫഷൻ. സൺഡേ ഹോളിഡേ എന്ന സിനിമയിൽ വലിയ തേപ്പൊക്കെ വാങ്ങിച്ച് ആൾക്കാരുടെ മനസ്സിലൊക്കെ കയറി ഇപ്പൊ ചാണക്യ തന്ത്രത്തിൽ വന്നിരിക്കുകയാണ്. ശ്രുതി, വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട്? സൺഡേ ഹോളിഡേയിൽ തേപ്പ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അങ്ങനെ തുടങ്ങിയപ്പോൾ കൈൻഡ് ഓഫ് ലൈക്ക് ടേക്കൺ ഓഫ് ബാലൻസ്. ബട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സൺഡേ ഹോളിഡേയിൽ. അത് കാരണമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ അറിയുന്നതും. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. ഈ ക്യാരക്ടറിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു. കുറേ പേർക്ക് ദേഷ്യമൊക്കെ ഉണ്ട്. അത് ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അല്ല, ആ ഒരു സീനിലെ എക്സ്പ്രഷൻസും ഭയങ്കര രസമാണ്. കണ്ണിലെ കുശുമ്പും എല്ലാ സാധനം അതിങ്ങനെ കൺവേയാണ്. അതായിരുന്നു ആദ്യം എടുത്ത ഷോട്ട്. അപ്പോൾ അത് ഇങ്ങനെ വരും എന്നായിരുന്നില്ല. നമ്മൾ സീൻ എടുക്കുമ്പോൾ ഒരു ജനറൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കും അത് എഡിറ്റിൽ വരുന്നതെന്ന്. പക്ഷെ ഇങ്ങനെ ആയിരുന്നേ ഇല്ല. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ അതിന് വേറൊരു ഫീൽ തന്നെയായിരുന്നു. ആൻഡ് അതിന് ഒരുപാട് സന്തോഷമുണ്ട്. കുറെ കൂവല് കേട്ട് ഞാൻ പ്രിവ്യൂവിന് പോയപ്പോൾ ഈ സീൻ വന്നപ്പോൾ ആൾക്കാരുടെ കൂവലും കയ്യടിയൊക്കെ കേട്ടിട്ട് ഞാൻ ആകെ വല്ലാതെയായി പോയിരുന്നു ആദ്യം. അല്ല, കൂവല ക്യാരക്ടറിനാണ് അതൊരു കയ്യടിയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ വെൻ ഐ തിങ്ക് ബാക്ക് അത് തീർച്ചയായിട്ടും ഒരു കയ്യടി തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഒരു പുതിയ ആർട്ടിസ്റ്റാണ്. അപ്പൊ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമ്പോ മൊത്തത്തിൽ എന്തോ മാതിരി. പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വന്ന് കേറിത്രേ. ഹേ, ഒന്ന് പോവാമ്മ. ലക്ഷ്മി എടുത്തിയാ പറഞ്ഞേ, അവര് കണ്ടുത്രേ. ഇപ്പൊ മനസ്സിലായില്ലേ? ശരിക്കും എന്താണ് ശ്രുതി ഇപ്പൊ സിനിമയൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കണം പേഴ്സണൽ ശ്രുതി എങ്ങനെയാണ്? ഞാനൊരു ആർക്കിടെക്റ്റ് ആണ് ബൈ പ്രൊഫഷൻ. എവിടെ സ്ഥലം? എവിടെ? എറണാകുളത്ത് തന്നെ. ഞാൻ മൈസൂരിലാണ് പഠിച്ചത്. ആർക്കിടെക്ചർ 5 കൊല്ലം മൈസൂരിലാണ് ചെയ്തത്. ആ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കയറുന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. പക്ഷെ ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ സിനിമ വാസ് വെരി ഗുഡ് ഫോർ മീ ഇൻ ദ സെൻസ് ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമേനെ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെയും ഐ വാസ് എ മിയർ ഓഡിയൻസ്, സിനിമ പോയി കാണുക. ബട്ട് ഞാൻ കഴിഞ്ഞിട്ട് എന്താണ് സിനിമ, സിനിമയുടെ പുറകിലുള്ള ഇത്രയും എഫേർട്ട്, ഓൾ ദാറ്റ് ഞാനാണ്. രഞ്ജിത്ത് സ്കൂളിന്റെ ആണോ? രഞ്ജിത്ത് സ്കൂൾ, യെസ്. അത്രയും പറഞ്ഞാൽ മതി. ആക്ച്വലി ഇത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബട്ട് അതെ, രഞ്ജിത്ത് സ്കൂൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിക്കാൻ പോയി. 2 കൊല്ലം ബോംബെയിൽ വർക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ടാണ് ജയേട്ടൻ എന്നെ എവിടെയോ വെച്ച് കണ്ടിട്ട് പ്രേതത്തിന്റെ ഒരു കട്ടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രേതം എന്ന് പറഞ്ഞ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്. പ്രേതം കഴിഞ്ഞിട്ട് ഐ റിയലി സ്റ്റാർട്ടഡ് എൻജോയിങ് സിനിമ. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സെറ്റ്. അത് കഴിഞ്ഞിട്ടാണ് സൺഡേ ഹോളിഡേ എന്നൊക്കെ. പക്ഷെ ആർക്കിടെക്ചർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട് ആർക്കിടെക്റ്റ് ആയിട്ട്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫേസ് കണ്ടെത്തുന്നവര്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡാൻസ് കളിക്കാറുണ്ടെന്ന്. അപ്പൊ എൻ്റെ ഡാൻസ് ക്ലാസ്, എൻ്റെ ഡാൻസ് ടീച്ചർ നാരായണി അനൂപ് എന്ന് പറഞ്ഞൊരു നിരഞ്ജന അനൂപിന്റെ അമ്മ. അപ്പോൾ നാരായണി ആന്റിയുടെ അവിടെ ഞാൻ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പോയിരുന്നു. എൻ്റെ ഗുരു ശ്യാമല സുരേന്ദ്രൻ എന്നാണ് ധരണിയിൽ. പക്ഷെ നാരായണി ആന്റിയുടെ അവിടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പോയപ്പോഴാണ് രഞ്ജിത്ത് സാർ അവിടെ വന്നിട്ട് എന്നെ കണ്ടിട്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത്. വെറുതെ ഇങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. ദുൽഖറാണ് നായകൻ, പിന്നെ എന്താ എപ്പോൾ അഭിനയിച്ചു എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഇല്ല, പക്ഷെ എന്തൊരു ഡിഫിക്കൾട്ടാണ് സിനിമ എന്ന ഇൻഡസ്ട്രി അപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്.
നമ്മളൊരു ഓഡിയൻസ് ആയിട്ട് അവിടെ പോയി കാണാം, ഓ ഈ സിനിമ കൊള്ളില്ല എന്ന് എന്തൊരു സിമ്പിളായിട്ടാണ് പറയല്ലേ. ബട്ട് അതിൻ്റെ പുറകിലുള്ള ആ ഹാർഡ് വർക്ക് ഞാനെന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോ പറഞ്ഞ ദുൽഖർ സൽമാന്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ ആ സെറ്റില് പേടിച്ച് വരച്ചിട്ടാണ് ഞാൻ ഒരു സൈഡില് രഞ്ജിത്ത് സാർ, വേറെ സൈഡില് അറിയാത്ത ഞാൻ. ഇല്ല, അങ്ങനെയല്ല. ആദ്യമായിട്ട് പോകുമ്പോ ഒന്നും അറിയാതല്ല പോകുന്നേ. അപ്പോൾ ആക്ഷൻ അറിയില്ല, കട്ട് അറിയില്ല, ടേക്ക് ഒന്നും അറിയില്ല. ഇത്രയും സിനിമ പഠിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദുൽഖറിൻ്റെ കൂടെ മെമ്മറീസ് ആയിട്ട്, ഐ മീൻ ആക്ടിങ് മെമ്മറീസ് ആയിട്ട് പറയാൻ മാത്രം എനിക്കൊന്നുമില്ല. ബിക്കോസ് ഐ വാസ് റിയലി നെർവസ്. അപ്പോൾ ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. As a person, he is very encouraging. But I'm guessing Dulquer knew how nervous I was. ഞാൻ അവിടെ ഇങ്ങനെ വരച്ചിട്ടായിരുന്നു ഡയലോഗ്. നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കല്ലേ? നെക്സ്റ്റ് ടൈം ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും. ഡ്രീം എന്താണ്? To be happy. ഇത്രയുള്ളൂ. I mean, I think that is the most important part. എന്താണ് ഹാപ്പിനെസ് തരുന്നത് കൂടുതലും? എന്ത് ചെയ്യുമ്പോഴാണ്? എനിക്ക് ആർത്തി കുറച്ച് അധികമാണ്. അപ്പം എനിക്ക് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് ഡാൻസും കളിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കാറുണ്ട്. സോ ഡാൻസ്, ആർക്കിടെക്ചർ, ഇപ്പോൾ സിനിമ ഹാസ് ടേൺഡ് ഔട്ട് ടു ഗിവ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. പിന്നെ യെസ്, ഓൾ ദാറ്റ്. ആംബിഷൻ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഐ എം എ വെരി ആംബിഷ്യസ് പേഴ്സൺ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അയ്യോ ഇല്ല, ഞാൻ ആംബിഷ്യസ് ആണ്. എനിക്ക് സത്യമായിട്ടും ആംബിഷൻ ഇല്ലെങ്കിൽ എന്താ ഡ്രൈവ് എന്ന് എനിക്കറിയില്ല. എൻ്റെ ഡ്രൈവ് എൻ്റെ ആംബിഷൻ തന്നെയാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ ആംബിഷൻ ഷുഡ് നോട്ട് ബി എ റീസൺ ഫോർ മീ ടു ബി സാഡ്. ഐ വാണ്ട് ടു ബി ഹാപ്പി. എന്താ നെക്സ്റ്റ് ഗോൾ? എന്താ? ഇനിയും കുറെ അധികം സിനിമാസ് ചെയ്യാ, കുറെ ഒരു ആക്ടറുടെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഇല്ല, ഞാൻ പറഞ്ഞ മാതിരി ആർത്തി കുറച്ച് അധികം എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം. കാരണം ഞാൻ ഒരുപാട് പഠിച്ച ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി. അത് ഞാൻ സിനിമ എന്ന് പറഞ്ഞൊരു ഇത് മാത്രമല്ല, ഇവിടെ വരുമ്പോഴാണ് കുറേ പേരെ മീറ്റ് ചെയ്യുന്നതും മിങ്കിൾ ചെയ്യണതും. അപ്പം ഞാൻ ലൈഫ് വൈസ് ഓൾസോ ഒരുപാട് പഠിച്ച ഒരു ഫീൽഡ് തന്നെയാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ്. ഇനി ഫ്യൂച്ചറിൽ എന്താ വാട്ട് ദ ഫ്യൂച്ചർ ഹാസ് ഇൻ സ്റ്റോർ ഫോർ മീ അറിയാനായിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ സിനിമ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി 2 കൊല്ലം ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 1 കൊല്ലം ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ചാണക്യതന്ത്രത്തിലെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആൻഡ്രിയ എന്നാണ്. ആൻഡ്രിയ ഒരു അനാഥ കുട്ടിയാണ്, ഒരു ടീച്ചറാണ്. കുറേ ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ ത്രില്ലർ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഒരു ത്രില്ലറാണ്, ഒരു പാവം കുട്ടിയാണ് ആൻഡ്രിയ. സൺഡേ ഹോളിഡേ മാതിരിയേ അല്ല. അതാണ് ചോദിച്ചത്. അല്ല, സൺഡേ ഹോളിഡേ മാതിരിയേ അല്ല. ഇതിൽ തേക്കണുണ്ടോ പാവം ഉണ്ണീനെ? പാവം ഉണ്ണിയോ? ഇല്ല, ഉണ്ണീനെ തേക്കുന്നു. അതാ ഉണ്ണിമൂന്നൻ എങ്ങനെയാണ് ശരിക്കും ആള്? കാണുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ, പാവക്കുട്ടൻ എന്നൊക്കെ തോന്നും. പക്ഷെ പാവൊന്നല്ല കേട്ടോ. പക്ഷെ ഇല്ല, ഉണ്ണി ഈസ് എ ഗ്രേറ്റ് കോ ആക്ടർ. ഒരുപാട് കോൺഫിഡൻസ് തരുന്ന ഒരു ആക്ടറാണ്. ആൻഡ് നമ്മളെല്ലാവരെയും ഈക്വലി കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് ഉണ്ണി. ആൻഡ് ഉണ്ണിയുടെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ശരിക്കും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സെറ്റ് തന്നെയാണ് ചാണക്യതന്ത്രം. ഉണ്ണി പെണ്ണായിട്ട് വന്നപ്പോ അസൂയല്ലെന്ന് തോന്നി? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കുറെ ഇന്റർവ്യൂസിൽ അസൂയ വന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇല്ല, ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എവിടെയോ ഇല്ല. ബട്ട് ഉണ്ണി ഞാൻ പറഞ്ഞ മാതിരി ഈസ് എ വെരി ഡെഡിക്കേറ്റഡ് ആക്ടർ. അപ്പോൾ ഐബ്രോസ് ചെയ്യാനാണെങ്കിലും വാക്സ് ചെയ്യാനാണെങ്കിലും ഭയങ്കര എൻതൂസിയാസം ആയിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര വേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബട്ട് വെരി എൻതൂസിയാസ്റ്റിക്, വെരി ഡെഡിക്കേറ്റഡ്. അപ്പോൾ പ്രദീപ് രംഗൻ ചേട്ടനായിരുന്നു മേക്കപ്പും എല്ലാം. അപ്പോൾ ഐ തിങ്ക് ഉണ്ണി ഈസ് സക്സസ്ഫുള്ളി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ വുമൺ. എങ്ങനത്തെ ഭയങ്കര ഒരു മിസ്റ്റിക്കൽ എലമെന്റ്സ് ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. എങ്ങനെയാണ് ഈ ഫിലിം ഓൾടുഗദർ? ഫിലിം ഓൾടുഗദർ ത്രില്ലറാണ്. ആൻഡ് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഐ വാസ് കോൺസ്റ്റന്റ്ലി ഓൺ എഡ്ജ്. എന്ന് വെച്ചാൽ അടുത്തത് എന്ത് സംഭവിക്കും എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. ആൻഡ് എനിക്ക് ത്രില്ലർ ജോണറിനോട് ഒരു പ്രത്യേക ഒരു അഫിനിറ്റി ഉണ്ട്, ത്രില്ലർ, ഹൊറർ. അപ്പോൾ അതിനൊക്കെ എനിക്ക് അങ്ങനത്തെ ജോണേഴ്സ് ഇഷ്ടമാണ്.
അപ്പം ഇത് ട്രെയിലറിൽ നിങ്ങൾ കണ്ടതും സിനിമയിൽ കാണാൻ പോകുന്നതും ഇസ് പ്രെറ്റി മച്ച് സെയിം. ഒരുപാട് ത്രില്ലടിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ചാണക്യതന്ത്രം. ഇനി എന്തൊക്കെയാണ് പ്രോജക്ട്സ്? ഇനി എനിക്ക് റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് നോൺസെൻസ് എന്ന് പറഞ്ഞ ചിത്രം. നോൺസെൻസ് ഡയറക്റ്റ് ചെയ്തത് MC ജിത്തനാണ്. ജോണി സാഗരിക സർ ഒരു ഗ്യാപ്പിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് നോൺസെൻസ്. റിനോഷ് ആണ് ഇതിലെ ഹീറോ. റിനോഷ് എന്ന് പറയുന്ന I Am Mallu എന്ന് പറഞ്ഞ ആൽബം പാടിയ ആളാണ്. ഫെബിയാണ് റിനോഷിൻ്റെ പേരായിട്ട് നായികയായിട്ട് വരുന്നത് ഇതിൽ. വിനയ് ഫോർട്ട്, ഷാജോൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ട് ഇതിൽ. ഒരുപാട് ന്യൂ ഫേസസ് ഉണ്ട് ഈ സിനിമയിൽ. ആൻഡ് സിനിമ ദറ്റ് ഇസ് ബബ്ലിംഗ് വിത്ത് ടാലൻറ്റ്. അതും ഒരു നല്ല സെറ്റായിരുന്നു. കാരണം ഒരു യങ് ക്രൗഡായിരുന്നു. അതിൽ എൻ്റെ വേഷം ഒരു ടീച്ചറിൻ്റെ വേഷമാണ്. സോ ഇറ്റ് ഈസ് വെരി നൈസ്. അതാണ് അടുത്ത സിനിമ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, പ്രേക്ഷകരോട് എന്താ പറയുക? സിനിമ കാണാം. ചാണക്യതന്ത്രം എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാം ഉണ്ട് ഇതിൽ. ത്രില്ലുണ്ട്, ഹൊറർ മാത്രമില്ല, പക്ഷെ ത്രിൽ, ആക്ഷൻ, ഹ്യൂമർ, റൊമാൻസ്. ഇതിൽ ഉണ്ണി പാട്ടും പാടിയിട്ടുണ്ട്. കണ്ണൻ ചേട്ടനാണ് ഡയറക്ഷൻ. അപ്പം മൊത്തത്തിൽ ഒരു നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. തന്നെ ഞാൻ അന്നേ തലക്കടിച്ച് കൊല്ലണമായിരുന്നു. ചാണക്യതന്ത്രത്തിലൂടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലോട്ട് വരുവാണ് സുധീർ. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ചാണക്യതന്ത്രം, ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചാണക്യതന്ത്രത്തിലൂടെ വീണ്ടും സിനിമയിലേക്ക് വരുന്നത്. ഈ വരവിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു നല്ലൊരു ഒരു ത്രില്ലിംഗ് സ്റ്റോറിയിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷമുണ്ട്. എന്താണ് ആക്ച്വലി ചാണക്യതന്ത്രം? ഈ ഒരു തന്ത്രം എന്താണ്? ശ്രുതി അഭിനയിക്കുന്ന ക്യാരക്ടറിൻ്റെ കുറേ തന്ത്രങ്ങൾ, കുറേ അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പിന്നെ ഉണ്ണി, അതുപോലെ അനൂപ്, ഇവരൊക്കെ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ എല്ലാം കൂടെ കൂടുമ്പം ഇത് സിനിമ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് മാറും ഈ സിനിമ. ഏതായാലും വളരെ എൻ്റെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പിന്നെ അത് കണ്ടപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ഓരോരോ ഷോട്ട് എടുക്കുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഞാൻ അഭിനയിക്കുന്ന ഒരാളായിട്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്തിരുന്നു. അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഒരു ഗംഭീരമായിരിക്കും. എന്താണ് സുധീറിന്റെ ക്യാരക്ടർ? വില്ലൻ ക്യാരക്ടറാണോ എന്ന് ഞാൻ പറയുന്നില്ല. വില്ലനാണോ, അതിനകത്ത് പോസിറ്റീവ് ക്യാരക്ടറാണോ നെഗറ്റീവ് ക്യാരക്ടറാണോ എന്ന് പറയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇത്രയും 10-52 സിനിമ അഭിനയിച്ചിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് എല്ലാ സിനിമയിൽ നിന്നും വ്യത്യസ്തമാണെന്നുള്ളത് യാതൊരു സംശയമില്ല. വ്യത്യസ്തമാണ്. ഈ സിനിമയിൽ 3 കാലഘട്ടങ്ങളിൽ വരുന്നുണ്ട്, 3 ഗെറ്റപ്പിൽ. അത് തന്നെ ഒന്നത്. പിന്നെ അത് ഞാൻ എൻ്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞ ആ സസ്പെൻസ് പൊളിഞ്ഞു പോകും, അതുകൊണ്ട് പറയുന്നില്ല. ഏതായാലും വളരെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു വെറൈറ്റിയാണിത്. ഉണ്ണിയുടെ ഫീമെയിൽ ഗെറ്റപ്പ് കണ്ടപ്പോൾ ഉണ്ണിയുടെ നന്നായിരുന്നു. അതായത് ഞാൻ ഉണ്ണി ഇങ്ങനെ ഒരുങ്ങി പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ണിയുടെ പ്രേമം തോന്നുന്നു. സത്യം. അതായത് ഒരു പെണ്ണ് ഒരുങ്ങി വന്നാൽ ഇത്രയ്ക്ക് സുന്ദരി ആയിരിക്കില്ല, അതുക്കും മേലെയായിരുന്നു. ഭയങ്കര സുന്ദരിയായിരുന്നു. കാരണം ഉണ്ണിയുടെ നല്ല എന്താ പറയുക ഉണ്ണിയുടെ മുഖം നല്ല ക്യൂട്ടല്ലേ. നമ്മുടെയൊക്കെ എന്താ പറയുക, എങ്ങനെ എത്ര വലിയ ക്യൂട്ടാണെങ്കിലും സിനിമയിൽ വരുമ്പോൾ ഒരു അറുക് മുഖമായിരിക്കും. അത് ഉണ്ണിയുടെ എന്ന് പറഞ്ഞാൽ ഉണ്ണി നല്ല ഉണ്ണിയെ ഷേവൊക്കെ ചെയ്ത് ഒരു സാരിയെ കൂടി വന്നപ്പോൾ ഭയങ്കര സുന്ദരിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കണ്ണൻ താമരക്കുളം എന്ന സംവിധായകൻ എങ്ങനെയാ ഇതിലോട്ട് വരുന്ന ഈ ഒരു സിനിമയിൽ ഈ ഒരു വലിയൊരു ഗ്യാപ്പ്? കണ്ണൻ ഞാൻ അഭിനയം തുടങ്ങിയ കാലഘട്ടത്തിലുള്ള എൻ്റെ സുഹൃത്താണ്. കണ്ണൻ്റെ പിന്നെ വളർച്ച ഒരുപാട് കണ്ട. സിനിമയുടെ ബന്ധമല്ല ഞാൻ കണ്ടത്, വളരെ എൻ്റെ ഒരു ബ്രദറാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അങ്ങനെ ഒരു ബന്ധമാണ്. പിന്നെ കണ്ണൻ ചെയ്ത സീരിയലുകളൊക്കെ ഞാൻ മുമ്പ് സീരിയൽ ചെയ്തപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാരണം സിനിമയിലേക്ക് വന്നപ്പോൾ കണ്ണൻ്റെ കൂടെ ഫസ്റ്റ് പടമാണ്. ഇപ്പോഴാണ് എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. ഓക്കെ, പ്രേക്ഷകർക്ക് എത്തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും ചാണക്യതന്ത്രം? ഞാൻ പറഞ്ഞല്ലോ, പ്രേക്ഷകർക്ക് വളരെ 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 ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അതൊരു ഓരോ സീനും വളരെ ഓരോ സീൻ ബൈ സീൻ ഭയങ്കര സസ്പെൻസ് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പടത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് ചാണക്യതന്ത്രം.
ആയിരിക്കും, അങ്ങനെ ഒരു പുതുമയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല.